മലങ്കര കാത്തലിക് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയുടെ 65-ാം എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ജനഹായ്ക്ക് ശേഷമുള്ള 2-ാം ഞായറാഴ്ചയാണ് സഭ ആചരിക്കുക. ജനഹായ്ക്ക് ശേഷമുള്ള ഞായറാഴ്ചകളിൽ കർത്താവായ യേശുവിൻ്റെ പരസ്യജീവിത സമാരംഭമാണ് നമ്മൾ അനുസ്മരിക്കുക. കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ ഇപ്രകാരം യേശുവിൻ്റെ പരസ്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സംഭവം, ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവം നാം വിശകലനം ചെയ്തു, അനുസ്മരിച്ചു. ഇന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയെക്കുറിച്ച് പറയുന്ന യോഹന്നാൻ സുവിശേഷകന്റെ വേദഭാഗമാണ് നമ്മുടെ പരിചിന്തനത്തിന് വിഷയമായിട്ടുള്ളത്. ആ വേദഭാഗം നമുക്കിപ്പോൾ ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വചനഭാഗം. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകുവാൻ ഒരുങ്ങി. ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദായിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിന്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയേൽ ചോദിച്ചു, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്നു കാണുക. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പറയുന്നു. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായം 35 മുതൽ ആരംഭിച്ച തൻ്റെ ശിഷ്യൻ ഗണത്തിലേക്കുള്ള വിളിയുടെ 2-ാം ഭാഗമാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞവരോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, ഗുരു, അങ്ങ് എവിടെ വസിക്കുന്നു? യേശു പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് യേശുവിനോടൊപ്പം വസിച്ചു. അതിൽ ഒരാളായ അന്ത്രയോസ് പിറ്റേന്ന് തൻ്റെ സഹോദരനായ ശിമിയോനോട് അല്ലെങ്കിൽ പത്രോസിനോട് ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് പറയുകയും അവനെ യേശുവിലേക്ക് ആനയിക്കുകയും ചെയ്തു. തുടർന്ന് വരുന്ന ഭാഗത്താണ് യേശു 2 ശിഷ്യന്മാരെ പ്രത്യേകമായി തൻ്റെ ശിഷ്യഗണത്തിൽ ചേർക്കുന്ന സംഭവം പറയുന്നത്. ഇന്നത്തെ വേദഭാഗം അതാണ്. ഫിലിപ്പോസും നഥാനിയേലും എങ്ങനെയാണ് യേശുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെടുന്നത് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം പരിചിന്തനം ചെയ്യുന്നു. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്ന് ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ശിഷ്യത്വത്തിലേക്കുള്ള വിളി എന്നുള്ളത് സാക്ഷ്യത്തിന്റെ ഒരു പരിണിത ഫലമാണ്.
മത്തായിയുടെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങളിൽ യേശു നേരിട്ട് മുക്കുവരായിരുന്ന മീൻപിടുത്തക്കാരായിരുന്ന വ്യക്തികളെ വിളിച്ചു ചേർക്കുകയാണ് തന്റെ ശിഷ്യഗണത്തിലേക്ക്. എന്നാൽ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നതനുസരിച്ച് ഒരു വ്യക്തിക്കുണ്ടാകുന്ന ബോധ്യം, അനുഭവം അത് കൈമാറുന്നത് വഴിയായി മറ്റൊരാൾ യേശുവിനെ പിൻചെല്ലുന്നു. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ വേദഭാഗത്ത് യേശു ഗലീലയിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നു. അവിടെ ഫിലിപ്പോസിനെ കണ്ടു. അവനോട് പറഞ്ഞു, എന്നെ നീ അനുഗമിക്കുക. അനുഗമിക്കുക എന്ന ആ വാക്കിന്റെ അർത്ഥവ്യാപ്തി കഴിഞ്ഞ ഞായറാഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. അത് കേവലം ഒരു വ്യക്തിയുടെ പിന്നാലെ പോകുന്നത് മാത്രമല്ല, മറിച്ച് ആ വ്യക്തിയുമായുള്ള വ്യക്തിബന്ധത്തിൽ ലഭിക്കുന്ന അനുഭവത്തിലേക്കുള്ള ഒരു വിളിയാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് ഈ അനുഭവത്തിലേക്കുള്ള വിളിയും അതുവഴി ഉണ്ടാകുന്ന വിശ്വാസത്തിന്റെ ആഴവുമാണ്. ഇപ്രകാരം ഫിലിപ്പോസിനെ യേശു വിളിച്ചിട്ട് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് പത്രോസിന്റെയും അന്ത്രയോസിന്റെയും പട്ടണമായ ബേത്സയിദയിൽ നിന്നുള്ളവനായിരുന്നതിനാൽ ആദ്യ ശിഷ്യരായ ഫിലിപ്പോസും അന്ത്രയോസും ആയിരിക്കണം ഫിലിപ്പോസിനെ യേശുവിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ഇപ്രകാരം സുപരിചിതനായ ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു വിളിക്കുകയാണ്, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ഫിലിപ്പോസ് എന്ന നാമത്തിന്റെ അർത്ഥം, എന്ന പേരിന്റെ അർത്ഥം കുതിരയെ സ്നേഹിക്കുന്നവൻ എന്നാണ്. ഫിലോസ് സ്നേഹിതൻ എന്നാണ് ഗ്രീക്കില്. അതുപോലെ തന്നെ ഹിപ്പോസ് എന്ന് പറഞ്ഞാൽ കുതിര എന്നാണ്. കുതിരയുടെ സ്നേഹിതൻ എന്ന വാച്യാർത്ഥമാണ് ഫിലിപ്പോസ് എന്ന വാക്കിനുള്ളത്. ഇപ്രകാരം ഫിലിപ്പോസിനെ യേശു വിളിക്കുമ്പോൾ അവൻ യേശുവിനെ പിൻചെന്നു എന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യേശുവിനെ ചെന്നതുകൊണ്ടാണ് പിറ്റേന്ന് അവൻ നഥാനിയേലിനെ കണ്ടപ്പോൾ നഥാനിയേലിനോട് യേശുവിനെ കുറിച്ച് പറയുവാനും നഥാനിയേലിനെ യേശുവിലേക്ക് ആനയിക്കുവാനും തയ്യാറാകുന്നത്. മോശയും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തുന്ന രക്ഷകനെ യേശുവിൽ ദർശിച്ചതിന്റെ ഫലമാണ് ഫിലിപ്പോസിന്റെ ഈ സാക്ഷ്യം. ഫിലിപ്പോസ് പറയുന്നു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, യോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു എന്നാണ് ഇവിടെ ഫിലിപ്പോസ് പറയുക. ഞങ്ങൾ എന്നുള്ളത് ശിഷ്യഗണത്തിൽ അവൻ ചേർക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് നമുക്കെടുക്കാൻ പറ്റും. മോശയും പ്രവാചകന്മാരും യേശുവിനെ കുറിച്ച് പറഞ്ഞ ഭാഗമെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഇവിടെ ഉദ്ധരിക്കുമ്പോൾ നിയമാവർത്തനം 18-ാം അധ്യായം 18-ഉം 19-ഉം തിരുവചനത്തിലും യേശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള പ്രവചന ഭാഗത്തും യേശുവിനെ കുറിച്ച്, രക്ഷകനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നാം കാണുന്നുണ്ട്. അത് നസ്രത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് യേശു രക്ഷകൻ, ജോസഫിന്റെ മകൻ യേശു രക്ഷകൻ എന്നുള്ള രീതിയിലാണ് അവിടെ പരാമർശിക്കുക. നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. വി ഹാവ് ഫൗണ്ട് ദി മെസ്സായ. ഇത് തന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം അധ്യായത്തിൽ അന്ത്രയോസ് തന്റെ സഹോദരനായ ശിമിയോനോട് അല്ലെങ്കിൽ പത്രോസിനോട് യേശുവിനെ കുറിച്ച് പറയുന്നിടത്തും കാണുന്നുണ്ട്, ഞങ്ങൾ യേശുവിനെ കണ്ടു. 45-ാം തിരുവചനത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഇത് തന്നെയാണ് നാം കാണുക. വി ഹാവ് ഫൗണ്ട് ദ മെസ്സായ. ഞങ്ങൾ യേശുവിനെ രക്ഷകനെ കണ്ടു. അപ്പോൾ നഥാനിയേൽ ചോദിക്കുകയാണ്, നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഈ ഒരു തിരുവചനത്തെ നമ്മൾ ചിലപ്പോൾ നിഷേധാത്മകമായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നാൽ അത് നഥാനിയേൽ പറയുവാൻ കാരണം ഗലീലയിലെ കാന പ്രദേശത്ത് നിന്നുമുള്ള നഥാനിയേലിന് തൻ്റെ ജന്മനാടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമം രക്ഷകനായ യേശുവിൻ്റെ ജന്മസ്ഥലമാണ് എന്ന് പറയുവാൻ തക്കവണ്ണം
അത്ര പ്രസിദ്ധമാണോ എന്നുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് തന്നെ കണക്കാക്കിയാൽ മതിയാവും. അതുകൊണ്ടാണ് നസറത്തിൽ നിന്നും എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന് നഥാനിയേൽ ചോദിക്കുന്നത്. ആരാണ് നഥാനിയേൽ? നഥാനിയേൽ പിൽക്കാലത്ത് ബർത്തലോമിയ എന്നറിയപ്പെടുന്ന ക്രിസ്തു ശിഷ്യനാണ് എന്നാണ് പാരമ്പര്യം സാക്ഷിക്കുക. ഈ നഥാനിയേൽ ഇപ്രകാരം പറയുമ്പോൾ ഫിലിപ്പോസ് അവനോട് ക്ഷണിക്കുകയാണ്, നീ വന്ന് കാണുക. ഈ ഒരു ക്ഷണം, കം ആൻഡ് സീ, വന്ന് കാണുക എന്നുള്ളത് ഈ സുവിശേഷത്തിൽ തന്നെ നാം നേരത്തെ 1-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. യേശുവിനെ പിൻചെന്ന അന്ത്രയോസും യോഹന്നാനും യേശുവിനോട് അങ്ങ് എവിടെ വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ വന്ന് കാണുക എന്ന് പറയുന്ന ഒരു വേദഭാഗം നാം ഇതിനു മുമ്പ് കാണുന്നു. ഇവിടെയും ഫിലിപ്പോസ് നഥാനിയേലിനോട് പറയുകയാണ്, നീ വന്ന് കാണുക, നീ കണ്ട് മനസ്സിലാക്കുക. ഇത് യേശുവിനെ ഒരു അനുഭവത്തിലേക്കും തുടർന്നുള്ള വിശ്വാസത്തിലേക്കും, യേശുവിനുള്ള അനുഭവത്തിലേക്കും അവനിലുള്ള വിശ്വാസത്തിലേക്കും നഥാനിയേലിനെ ക്ഷണിക്കുന്ന വചനമാണ്. കം ആൻഡ് സീ, വന്ന് കാണുക. അപ്പോൾ ഇപ്രകാരം അനുഭവത്തിലേക്ക്, ക്രിസ്തു അനുഭവത്തിലേക്ക്, തനിക്ക് ലഭിച്ചതുപോലുള്ള ഒരു അനുഭവത്തിലേക്ക് നഥാനിയേലിനെ ക്ഷണിക്കുന്ന ഫിലിപ്പോസ്. നഥാനിയേൽ ഈ ക്ഷണം സ്വീകരിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യേശു നഥാനിയേൽ അവൻ്റെ അടുക്കിലേക്ക് വരുന്നത് കാണുമ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഒന്ന്, നഥാനിയേലിന്റെ നിഷ്കപടത, ഹൃദയശുദ്ധി. രണ്ട്, അവൻ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്നുള്ള അവനെക്കുറിച്ചുള്ള പ്രത്യേകത. ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം മുന്നറിവാണ്, ഗുരുവിന്റെ മുന്നറിവാണ്. ഗുരുവായ യേശു ശിഷ്യനാകുവാൻ പോകുന്ന ഈ നഥാനിയേലിനെ അറിഞ്ഞിരുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് അവന്റെ വ്യക്തിത്വം അവൻ ഏറ്റുപറയുന്നത്, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന്. ജെറമ്യായുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു എന്ന്. യഹോവയായ ദൈവത്തിന്റെ മുന്നറിവാണ് അവന്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഒരാളുടെ കുറവുകളെയും നന്മകളെയും തിരിച്ചറിയുന്നവനാണ് ദൈവം. അവനാണ് ശിഷ്യനായി വിളിക്കപ്പെടുക. നിഷ്കപടത അല്ലെങ്കിൽ ഹൃദയശുദ്ധി എന്നുള്ളത് ശിഷ്യത്വത്തിന്റെ വളരെ പ്രധാനമായ ഒരു ഗുണമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്ന് മത്തായി ശ്ലീഹ മലയിലെ പ്രസംഗത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഹൃദയത്തിന്റെ ശുദ്ധി, നൈർമല്യം ദൈവത്തെ കാണുവാൻ തക്കവണ്ണം ശക്തമാണ്. അങ്ങനെയുള്ള നിഷ്കപടതയുടെ ഒരു ഉറവിടമാണ് ബർത്തലോമിയ എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട നഥാനിയേൽ എന്ന് യേശു പരാമർശിക്കുകയാണ്. അവൻ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് വിളിക്കുമ്പോൾ ആദ്യ ഇസ്രായേലായ യാക്കോബുമായി ബന്ധപ്പെടുത്തി വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായം 35-ഉം 36-ഉം തിരുവചനത്തിൽ യാക്കോബിനെ അവതരിപ്പിക്കുന്നത് ഒരു കാപട്യമുള്ള വ്യക്തിയായിട്ടാണ്. യാക്കോബ് എന്ന പേരിന് അങ്ങനെ ഒരു പര്യായമുണ്ട് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നിഷ്കപടനായ, കാപട്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനാണ് ഈ വന്നിരിക്കുന്ന നഥാനിയേൽ എന്ന് യേശു ഏറ്റുപറയുകയാണ്. നിഷ്കപടർ അനുഗ്രഹീതനാണെന്ന് 32-ാം സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നു. നിഷ്കാപട്യം, കപടതയില്ലാത്തവർ അനുഗ്രഹീതരാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണ് എന്ന് പറയുന്നതിന് തത്തുല്യമായ സങ്കീർത്തന ഭാഗമാണ് 32-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. ഇപ്രകാരം നഥാനിയേലിനെ കുറിച്ച് യേശു മുന്നറിവോടുകൂടി അവൻ നിഷ്കപടനായ ഇസ്രായേൽക്കാരനാണെന്ന് പറയുമ്പോൾ
നഥാനിയേൽ ചോദിക്കുകയാണ്, നീ എന്നെ എങ്ങനെ അറിയുന്നു? ഈ ചോദ്യം, നീ എന്നെ എങ്ങനെ അറിയുന്നു, യേശുവിൻ്റെ അറിവിൻ്റെ ഉറവിടം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഉറവിടം ഒക്കെ 4-ാം സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. മേൽത്തരം വീഞ്ഞ് വിളമ്പിക്കഴിഞ്ഞപ്പോൾ കാനായിലെ കല്യാണ വിരുന്നിന്റെ പശ്ചാത്തലത്തിൽ ഇത്രയും നല്ല വീഞ്ഞ് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള ചോദ്യം നാം കേൾക്കുന്നു. യോഹന്നാൻ 2:9. അതുപോലെ തന്നെ ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് പറയുമ്പോൾ, അതിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് യേശു പറയുമ്പോൾ 2:18 നിനക്ക് എന്ത് അധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4:11, 19-ാം അധ്യായം 9-ാം തിരുവചനത്തിലൊക്കെ ഇപ്രകാരം യേശുവിന്റെ അറിവിന്റെ ഉറവിടവും അധികാരത്തിന്റെ ഉറവിടവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. യേശു മറുപടി പറയുകയാണ്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അത്തിമരത്തിന്റെ ചുവട്ടിൽ എന്താണ് തിരുവചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ അത്തിമരത്തിന്റെ പ്രത്യേകത? അത്തിമരം ഉൽപ്പത്തി പുസ്തകത്തിൽ പേര് പറയപ്പെട്ട ഏകമരമാണ്. ഉൽപ്പത്തി 3-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഏദൻ തോട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു സാഹചര്യത്തിൽ പേര് ചൊല്ലി വിളിക്കപ്പെടുന്ന ഒരു മരമാണ് അത്തിമരം. അത് സമാധാനത്തിന്റെ, ശാന്തതയുടെ സ്ഥലമാണ്. നമുക്കറിയാം, അത്തിമരത്തിന് ധാരാളം ഇലകളുണ്ട്. ആദവും ഹവ്വയും തെറ്റ് ചെയ്തപ്പോൾ അത്തിമരത്തിന്റെ ഇലയെടുത്ത് അവർ നഗ്നത മറച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 25-ാം തിരുവചനത്തിലും സഖറിയായുടെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനത്തിലും അത്തിമരത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആ വൃക്ഷം കൂടുതൽ തണൽ കൊടുക്കുന്ന വൃക്ഷമാണ്. സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു വൃക്ഷമായിട്ട് ബൈബിളില് അത്തിമരത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇപ്രകാരം ഒരു അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, സമാധാന അന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നഥാനിയേലിനെ യേശു കാണുന്നു. യേശു അവനോട് പറയുകയാണ്, നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടിരുന്നു. ഈ ഒരു പരാമർശം കേട്ടപ്പോൾ നഥാനിയേൽ യേശുവിനോട് പ്രതികരിക്കുകയാണ്, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. 3 കാര്യങ്ങൾ. യേശുവിനെ ഗുരു എന്ന് വിളിക്കുന്നു, റബ്ബി എന്ന് വിളിക്കുന്നു, യേശുവിന്റെ ദൈവപുത്രത്വം ഏറ്റുപറയുന്നു, ഇസ്രായേലിന്റെ രാജ്യത്വം ഏറ്റുപറയുന്നു. 3 കാര്യങ്ങൾ ഈ നഥാനിയേലിന്റെ വാക്കുകളിലൂടെ സുവിശേഷകൻ യേശുവിനെ കുറിച്ച് ഇവിടെ അവതരിപ്പിക്കുന്നു. യേശു ഗുരുവാണ് എന്നുള്ള സത്യം, യേശു ദൈവപുത്രനായ മിശിഹായാണെന്നുള്ള സത്യം, യേശു ഇസ്രായേലിനെ വിമോചിപ്പിക്കാൻ വന്ന രാജാവാണ് എന്നുള്ള സത്യം. യേശു ഈ വാക്കുകൾ കേട്ടപ്പോൾ നഥാനിയേലിനോട് പറയുകയാണ്, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? അവന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങളെ പരിശോധിക്കുന്ന യേശു. അവിടെ യേശു പറയുകയാണ്, നീ ആഴമായ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരണം. കേവലം ഞാൻ നിന്നെ കുറിച്ചുള്ള മുന്നറിവ് പറഞ്ഞതുകൊണ്ട് മാത്രം എൻ്റെ ദൈവത്വവും എൻ്റെ രാജ്യത്വവും എല്ലാം നീ ഏറ്റു പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. നീ അതിലും വലിയ കാര്യങ്ങളിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തിൽ ഉറയ്ക്കണമെന്ന് യേശു പറയുന്നു. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ആദ്യത്തെ യേശുവിന്റെ സംഭാഷണം നഥാനിയേലിനോട് മാത്രമാണ് എങ്കിൽ പോലും ഇതിലും വലിയ കാര്യങ്ങൾ നീ കാണുമെന്ന് അവനോട് പറഞ്ഞിട്ട് തുടർന്നുള്ള ഭാഗം യേശു എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടി പറയുകയാണ്. അതായട്ടെ 2 സത്യം ചെയ്തുകൊണ്ടാണ്. ഡബിൾ ഏമൻ സേയിങ്സ് എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് പറയുക. 25 പ്രാവശ്യം വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ യേശു സത്യം ചെയ്തുകൊണ്ട് 2 പ്രാവശ്യം സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കും, ട്രൂലി ട്രൂലി ഐ സേ ടു യു, ഓർ ഏമൻ ഏമൻ ഐ സേ ടു യു. മലയാളത്തിൽ നാം പറയും, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന്.
ഇപ്രകാരമുള്ള 25 സത്യം സത്യം എന്നുള്ള പ്രയോഗത്തിന്റെ ആദ്യത്തെ പ്രയോഗം ഇവിടെയാണ് നമ്മൾ കാണുക. അത് സ്വർഗീയമായ ഒരു അനുഭവം ക്രിസ്തു ശിഷ്യർക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ള ആ സത്യത്തിലേക്കാണ് കർത്താവ് ഇവരെ ക്ഷണിക്കുക. അതുകൊണ്ട് സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. പഴയ ഉടമ്പടിയിൽ നമ്മൾ ഇപ്രകാരം പ്രത്യേകമായിട്ട് കാണുന്ന ഒരു വേദഭാഗമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബിനുണ്ടാവുന്ന ദർശനമാണ്. ലൂസ് എന്ന സ്ഥലത്ത് യാക്കോബ് എത്തുമ്പോൾ, അവനവിടെ വിശ്രമിക്കുമ്പോൾ, രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ അവനുണ്ടാവുന്ന ഒരു ദർശനം. ആ ദർശനം അനുസരിച്ച് സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണി. ആ ഗോവണിയിലൂടെ ദൈവദൂതന്മാർ കയറി ഇറങ്ങുന്ന ഒരു ദർശനം യാക്കോബിനുണ്ടാകുകയാണ്. രാത്രി മുഴുവൻ ഈ ദർശനത്തിലായിരുന്ന യാക്കോബ് അതിന്റെ അനുഭൂതിയിൽ രാവിലെ പ്രഭാതത്തിൽ അവൻ തലയ്ക്കൽ വെച്ചിരുന്ന കല്ലെടുത്ത് നാട്ടി എണ്ണയൊഴിച്ച് അതിനെ കർത്താവിന്റെ ബലിക്കുള്ള ഒരു വേദിയാക്കി മാറ്റിക്കൊണ്ട് ബഥേൽ എന്ന നാമം കൊടുക്കുന്നു. ബഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഭവനം എന്നാണ്. ബേത് ഏൽ ദൈവമാണ്, യഹോവയാണ്. അത് ദൈവത്തിന്റെ ഭവനം എന്നുള്ള ഒരു സ്ഥലമായിട്ട് ലൂസ് എന്ന സ്ഥലം മാറുകയാണ്. ഇപ്രകാരം യാക്കോബിനുണ്ടായ ഈ അനുഭവവുമായി അതിന്റെ പശ്ചാത്തലവുമായി ബന്ധിപ്പിച്ച് നമുക്ക് ഇന്നത്തെ കർത്താവിന്റെ ഈ വാഗ്ദാനത്തെ മനസ്സിലാക്കാൻ പറ്റും. യേശു പറയുകയാണ്, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേലിറങ്ങി വരുന്നതും നിങ്ങൾ കാണും. യേശു ബഥേലിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. യോഹന്നാൻ യേശുവിനെ, മിശിഹായ കർത്താവിനെ ബഥേലിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ്. പഴയ ഉടമ്പടിയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള, ദൈവദൂതന്മാരുടെ സഹവാസമുള്ള ഒരു സ്ഥലമായി, ഒരു വ്യക്തിയായി യേശുവിന്റെ ജീവിതം അവതരിപ്പിക്കപ്പെടുന്നു. ആ അനുഭവത്തിലേക്ക്, സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമെന്ന് ശിഷ്യന്മാരോട് പൊതുവായി യേശു പറയുകയാണ്, നഥാനിയേലിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട്. സ്നേഹമുള്ളവരെ, ഈ വേദഭാഗത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ കർത്താവായ യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ വിളിക്കപ്പെടുന്നവരായ നാം വ്യക്തിപരമായ അനുഭവത്തിലൂടെ വേണം യേശുവിന്റെ ശിഷ്യത്വം ഏറ്റെടുക്കുവാനായിട്ട്. യേശുവിലുള്ള അടിയുറച്ച വിശ്വാസത്തോടു കൂടി വേണം യേശുവിനെ നമുക്ക് സമീപിക്കുവാനായിട്ട്. അവിടുത്തെ ആ സ്വർഗീയമായ അനുഭവത്തിലേക്കുള്ള ഒരു വലിയ വിളിയായിട്ട് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ കാണുന്നതിന്, ക്രിസ്തു ശിഷ്യത്വത്തെ കാണുന്നതിന്, യേശുവിനെ പിൻചൊല്ലുന്നതിന് ഇന്നത്തെ സുവിശേഷം നമ്മെ പ്രേരിപ്പിക്കട്ടെ. കർത്താവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ഫിലിപ്പോസും നഥാനിയേലും വിളിക്കപ്പെടുന്ന സംഭവം ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം വിശകലനം ചെയ്യുമ്പോൾ, നാം ആകുന്ന ശിഷ്യഗണം കർത്താവിനെ അനുധാവനം ചെയ്യുമ്പോൾ വന്നു കാണുക എന്ന് ഫിലിപ്പോസ് നഥാനിയേലിനോട് പറഞ്ഞ ആ തിരുവചനം, അല്ലെങ്കിൽ അന്ത്രയോസിനോടും യോഹന്നാനോടും യേശു ഇതിനു മുൻപ് തന്നെ പറഞ്ഞ നിങ്ങൾ വന്നു കാണുക, കം ആൻഡ് സീ എന്നുള്ള ആഹ്വാനം നാം ഓരോരുത്തരോടും തരുന്നു. നമുക്ക് യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലാം, അവനെ അനുഭവിക്കാം, മനസ്സിലാക്കാം, അവന് ശിഷ്യരായി തീരാം, അവന് ഗുരുവായി സ്വീകരിക്കാം. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ രക്ഷയിലേക്ക്, സ്വർഗീയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ ആമേൻ.